ഹായ് മക്കളെ, നമ്മുടെ ഈ വരുന്ന എക്സാമിന് ചാപ്റ്റേഴ്സിനൊക്കെ എത്ര മാർക്സ് ആണ് ഉണ്ടാവുക? എത്ര മാർക്സിനാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുക? അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സും കൺസേൺസും ഒക്കെ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അതായത് നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ? വളരെ സിമ്പിളാണ്. നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഒരു ചാപ്റ്റർ പോലും കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് അല്ല. കംപ്ലീറ്റ് ഡിലീറ്റഡ് അല്ലെങ്കിലും പല ചാപ്റ്റേഴ്സിൽ നിന്നും പല പോർഷൻസും നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ ഡിലീറ്റഡ് പോർഷൻസിന്റെ ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് നമ്മുടെ ഓരോ ചാപ്റ്ററിനും എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, ഈ 2 കോളം കളർ മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഈ വരുന്ന എക്സാമിന്, നമ്മുടെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ നമ്മളോട് ചോദ്യം ചോദിക്കുന്നത് ഈ പറയുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിൽ നിന്നും അതുപോലെ ബിസിനസ് സർവീസസിൽ നിന്നും 14 മാർക്കിനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 2 ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 28 മാർക്ക് കിട്ടും. അത് എക്സാമിന് ചോദിക്കുമ്പോൾ മേ ബി 26 30 ഒക്കെ ആവാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ 2 ചാപ്റ്ററിനാണ്. ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 9 മാർക്കിന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്ററാണ് അല്ലെ? ഔട്ട്സോഴ്സിങ് ഒഴിവാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് 6 മാർക്കിനുള്ള ചോദ്യം മാത്രമേ അതിനകത്ത് നിന്ന് വരുന്നുള്ളൂ. പക്ഷേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ആർഗ്യുമെന്റ്സ് അഗെയിൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, എന്താണ് എത്തിക്സ്, എത്ര ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്കാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് വരാം, ഫോർമേഷൻ ഓഫ് എ കമ്പനി. എല്ലാ വർഷവും ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കലുണ്ട് അല്ലേ? എന്തായാലും ഒരു 8 മാർക്സിന്റെ ചോദ്യം നമ്മളോട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. 9 മാർക്കിനാണ് ടോട്ടൽ അതിൽ നിന്ന് മാർക്ക് വരിക. അതിലൊരു ചോദ്യം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം, മെമ്മറാൻഡം ഓഫ് അസോസിയേഷന്റെ കണ്ടന്റ്സ്. അത് മേ ബി 2 മാർക്സിനായിരിക്കും, അല്ലെങ്കിൽ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും. ഓക്കെ, ഡീലല്ലേ? ഇനിയുള്ളത് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്റേണൽ സോഴ്സസ്, എക്സ്റ്റേണൽ സോഴ്സസ്, ഡിബെഞ്ചർ, ഷെയർ, പ്രിഫറൻസ്, ബോണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്തുണ്ട്. അതിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യം വരുന്നുണ്ട്. ഇനി ഒരു സർപ്രൈസ് ഉണ്ട്. ഇവിടെ എപ്പോഴും നിങ്ങൾ സ്മോൾ ബിസിനസ് എന്നാണ് കണ്ടിട്ടുണ്ടാവുക അല്ലെ? ചാപ്റ്ററിന്റെ പേര് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അത് MSME ആൻഡ് ബിസിനസ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വിച്ച് മീൻസ് സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന നിങ്ങളുടെ 9ാമത്തെ ചാപ്റ്ററും നമുക്കൊരു 12ാമത്തെ ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഓൺടർപ്രണർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്ററും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്തൊക്കെയാണ്, MSME എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രോബ്ലംസ് എന്താണ്. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ടാവും. ടെൻഷൻ്റെ ആവശ്യമില്ല. സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ടോപ്പിക് എക്സ്ട്രാ ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം. ഇനി സ്മോൾ ബിസിനസ് എന്നതിന് പകരം നമ്മൾ MSME എന്ന് പറയും അല്ലെ? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയും. പേടിക്കേണ്ട, ആ ചാപ്റ്ററിൽ നിന്നും വെറും 5 മാർക്കിനുള്ള ചോദ്യം മാത്രമേ ചോദിക്കുകയുള്ളൂ. അതെന്തൊക്കെയാണെന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് നമ്മുടെ വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനിയുള്ളത് ഇന്റേണൽ ട്രേഡും ഇന്റർനാഷണൽ ബിസിനസ്സും ആണ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ഈക്വലി ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ്. അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിൽ നിന്നും 11 മാർക്കും അതുപോലെ 11ാമത്തെ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കുമാണ് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി എങ്ങനെ പഠിക്കണം? വെയിറ്റേജ് അറിഞ്ഞു, ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ടെൻഷൻ. എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ പ്രിപ്പറേഷൻസ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഞാനൊരു ടിപ്സ് തരാം. സെലക്ട് യുവർ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ആൻഡ് മൂവ് ഓൺ. എന്താണെന്ന് മനസ്സിലായില്ലല്ലോ? ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഈ പറയുന്ന ചാപ്റ്റേഴ്സാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്യുക. സോ എൻ്റെ ഫസ്റ്റ് ഫേസ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്റേഴ്സ് വളരെ അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതായിരിക്കും. ഈ ചാപ്റ്റർ കുറച്ച് പഠിക്കുക എന്നുള്ളതല്ല, ഈ ചാപ്റ്റർ വളരെ അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതായിരിക്കും. കാരണം ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് സാധാരണയായിട്ട് 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരിക. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണയായിട്ട് ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് 8 മാർക്സിന്റെ ചോദ്യം വരിക. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 3 + 3 6 + 1 7 ചാപ്റ്റേഴ്സ്. 4 ചാപ്റ്റേഴ്സ് ഞാൻ അടുത്ത ഫേസിലേക്ക് മാറ്റി വെക്കും.
രണ്ടാമത്തെ ഫേസിൽ ആ ചാപ്റ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കും. എന്നിട്ട് എല്ലാ ചാപ്റ്ററും ഒരു തവണ കൂടി റിവൈസ് ചെയ്യും. ഇതായിരിക്കും എൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എസ്എ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. സോ ഇതുപോലെ ഇത് ജസ്റ്റ് എന്താണ്, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ചില ആൾക്കാർക്ക് ഫസ്റ്റ് ഫ്യൂ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഈസി ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് അവർ ആദ്യം പഠിക്കും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്കത് പഠിക്കാൻ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി മോഡൽ എക്സാമിൻ്റെ കേസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, ഫൈനൽ എക്സാമിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ മുമ്പിൽ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. 3, 2, 1 കൗണ്ട് ചെയ്യുക, ഗോ. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ. വളരെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല മാർക്ക് നമ്മുടെ എക്സാമിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റട്ടെ. വെയിറ്റേജ് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവണം. ഓൾ ദി ബെസ്റ്റ്.